ഈ BJP-ക്കാർ എന്നുള്ളത് സവർക്കറുടെ പിൻഗാമികൾ തന്നെയാണ് എന്ന് ദിനം പ്രതിയാണ് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തമിഴ്നാട്ടുകാരെ സംസ്കാരമില്ലാത്തവരും സിവിലൈസ്ഡ് അല്ലാത്തവരും എന്ന് വിളിക്കുകയും പിന്നീട് വൻ പ്രതിഷേധത്തെ തുടർന്ന് ക്ഷമ പറഞ്ഞ് തന്റെ വാക്കുകൾ പിൻവലിക്കുകയും ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം മറ്റൊരു BJP MP-ക്ക് താൻ പറഞ്ഞ നിന്ദ്യമായ വാക്കുകൾ പിൻവലിച്ച് ക്ഷമ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ദിനം പ്രതി ക്ഷമ പറയുന്നവരുടെ പാർട്ടിയായി മാറിയിരിക്കുകയാണ് ഇവർ എന്ന് പറയേണ്ടി വരും. സത്യസന്ധമായ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. BJP-യിലെ MP-മാരിൽ ബഹുഭൂരിപക്ഷവും പാർലമെന്റിൽ പലപ്പോഴും സംസാരിക്കുന്നത് വെറും വിഘടന്മാരെ പോലെയാണ്. എന്നാൽ ആധുനിക ലോകത്ത് ജനപ്രതിനിധികളിൽ നിന്ന് സാമാന്യമായി ജനം പ്രതീക്ഷിക്കുന്നത് സംസ്കാരമുള്ള വാക്കുകളും പ്രവൃത്തികളും ആണ്. ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ അപമാനിച്ചുകൊണ്ട് BJP MP സംബിത് പാത്ര പാർലമെന്റിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി അൺഫിറ്റ് ആണ് എന്നാണ്. ഇയാൾ രാഹുൽ ഗാന്ധിയെ അപമാനിച്ച് പറയുന്നത് കേട്ടുകൊള്ളൂ. ये कांग्रेस पार्टी कहती है कि रोहित शर्मा अनफिट है. रोहित शर्मा अनफिट नहीं है, राहुल गांधी अनफिट है. और मैं बता दूं, नरेंद्र मोदी जी के कप्तानी में ही आप देखिएगा भारत विश्व का चैंपियनशिप ट्रॉफी जीतेगी. भारत माता की जय. जय जगन्नाथ. രാഹുൽ ഗാന്ധിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിന്റെ ചൂട് പിടിച്ചാണ് ഇയാൾ തനിക്ക് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ കിട്ടിയ അവസരം രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനായി ഉപയോഗിച്ചത്. അതുപോലെ രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും ഫിറ്റായ വേറെ ഏതെങ്കിലും പാർലമെന്റ് അംഗം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ പിന്നീട് സവർക്കറുടെ പിൻഗാമിയായ ഇയാൾ താൻ പറഞ്ഞ വാക്കുകളിൽ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് പിൻവലിച്ച് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സംബിത് പാത്രയുടെ ഈ സവർക്കർ മൊമെന്റ് കണ്ടുകൊള്ളൂ. आज अगर मैंने कुछ शब्द ऐसा कहा है जिससे कि माननीय LOP या उनके किसी सदस्य को बुरा लगा हो, मुझे लगता है उन शब्दों को वापस लेने में मुझे किसी प्रकार का गुरेज नहीं, क्योंकि हमारे प्रधानमंत्री जी ने हमेशा सिखाया है सबका साथ, सबका विश्वास, सबका विकास. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അംഗങ്ങൾക്കും ഞാൻ ഇന്ന് പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായെങ്കിൽ ആ വാക്കുകൾ പിൻവലിച്ച് മാപ്പ് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ഒപ്പം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും വികസനം എന്നാണ്. തെറ്റുപറ്റുമ്പോൾ അത് തിരുത്തുകയും മാപ്പ് പറയുകയും ചെയ്യുന്നത് ബലഹീനതയല്ല, മറിച്ച് ഒരാളുടെ ശക്തിയെയാണ് കാണിക്കുന്നത്. അതിനാൽ ഇയാൾ മാപ്പ് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. തെറ്റ് പറ്റാത്തവരായി ആരുമില്ല. തെറ്റ് അംഗീകരിക്കുകയും അത് തിരുത്തുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യർ ഉത്തമ പൗരന്മാരായി മാറുന്നത്. പക്ഷെ ഇയാളുടെ ഈ മാപ്പ് പറച്ചിൽ ആ ഗണത്തിൽ പെടുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ വായിൽ നിന്ന് എപ്പോഴും വരുന്നത് ഇതോ ഇതിലും വൃത്തികെട്ടതോ ആയ വാക്കുകളാണ്. സ്ഥിരമായി മതവിദ്വേഷവും ജനങ്ങളിൽ ഭിന്നിപ്പും ഉണ്ടാക്കുന്ന വാക്കുകൾ പറയുകയും വിവേകവും വിദ്യാഭ്യാസവും ഉള്ളവരെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരാൾ പറയുന്ന മാപ്പിൽ യാതൊരു കഴമ്പുമില്ല. ഇത്തരത്തിലുള്ള ആളുകളാണ് ഇന്ത്യയിലെ ഭരണപക്ഷത്തിലെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ കുഴപ്പമല്ല, മറിച്ച് ഇവരെ ജനപ്രതിനിധികൾ ആയി തെരഞ്ഞെടുത്ത ജനങ്ങളുടെ വിവേകമില്ലായ്മയാണ് കാണിക്കുന്നത്. പാർലമെന്റിൽ മണിപ്പൂരിന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കേണ്ട വേളയിലാണ് ഇയാൾ ഇതുപോലെ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ലാത്ത നിന്ദ്യമായ വാക്കുകൾ പാർലമെന്റിൽ സംസാരിക്കുന്നത്. പിന്നെ ഇയാൾ പറഞ്ഞത് പ്രധാനമന്ത്രി അവരെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ഒപ്പം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും വികസനം എന്നാണ്. എന്നാൽ ഇങ്ങനെ പഠിപ്പിച്ചു എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഏതാണ്ട് എല്ലായ്പ്പോഴും വാതുറക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അപമാനിക്കാനും അവരെ മോശക്കാരാക്കാനും മതത്തിന്റെ പേരിൽ ആളുകളെ തമ്മിലടുപ്പിച്ച് വിവേകമില്ലാത്ത ഒരു വിഭാഗം ഇന്ത്യൻ ജനതയുടെ വോട്ട് നേടാനുമാണ്. മുട്ടനാടുകളെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ചെന്നായയെ പോലെ എന്നാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയും അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷവും വിവേകമുള്ളവരായി, സംസ്കാരമുള്ളവരായി മാറിയില്ലെങ്കിൽ അത് ഒരിക്കലും സംഭവിക്കുകയില്ല. കണ്ടകശനി കൊണ്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇത് രാജ്യത്തിന്റെ അന്ത്യം കണ്ടേ അവസാനിക്കൂ എന്ന് പലപ്പോഴും തോന്നിപ്പോവുകയാണ്.